അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് യാ ഫത്താഹ് യാ അല്ലാ എന്ന ദിക്റിനെ കുറിച്ചാണ്. അടഞ്ഞ വഴിയിൽ തുറക്കപ്പെടും ഈ ദിക്ർ ചൊല്ലിയ. അള്ളാഹുവിൻ്റെ 99 മനോഹരമായ നാമങ്ങളിലൊന്നാണ് യാ ഫത്താഹ് യാ അല്ലാ. വിജയം നൽകുന്നവൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധികളും തടസ്സങ്ങളും നീങ്ങാൻ ഈ ദിക്ർ സഹായിക്കുന്നു. ബിസിനസ്സിലോ ജോലിയിലോ പുരോഗതിയില്ലാത്തവർക്കും ഉപജീവന മാർഗങ്ങൾ തേടുന്നവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഈ ദിക്ർ ചൊല്ലുന്നത് നല്ലതാണ്. ഏത് കാര്യത്തിലും വിജയം ലഭിക്കുന്നതിലും മനസ്സമാധാനത്തിനും ഇത് ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും അവൻ്റെ മുന്നിൽ ഒരു വാതിൽ അടഞ്ഞാലും അള്ളാഹു തുറക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അടക്കാൻ കഴിയില്ല. അതുപോലെ അള്ളാഹു അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയില്ല. യാ ഫത്താഹ് എന്ന ദിക്ർ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കും. നമ്മൾ ഒരു ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ യാ ഫത്താഹു യാ അല്ലാ ചൊല്ലി നോക്കൂ. അള്ളാഹു നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരും ഇൻഷാ അല്ലാ. റിസ്ക് വർദ്ധിക്കും. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ കഷ്ടപ്പാട് തരുന്നത് അള്ളാഹുവാണ്. യാ ഫത്താഹ് ചൊല്ലുന്നതിലൂടെ അള്ളാഹു അവനിക്ക് ഉപജീവനം നൽകുന്നതാണ്. മനസ്സിന് സമാധാനം ലഭിക്കും. ഇന്ന് നമ്മൾ പലരും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. ചിന്ത, ടെൻഷൻ, ഭയം. ഈ സമയത്ത് യാ ഫത്താഹ് എന്ന് ചൊല്ലുക. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം ഇൻഷാ അല്ലാ. ദുആക്ക് വാതിൽ തുറക്കും. നമ്മൾ പലരും ദുആ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിന് മറുപടി കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ യാ ഫത്താഹ് ചൊല്ലി ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കാൻ വാതിൽ തുറക്കും ഇൻഷാ അല്ലാ. വിജയത്തിലേക്ക് നയിക്കും. വിദ്യാഭ്യാസം, ജോലി, ജീവിതം ഏതായാലും ജീവിതത്തിന് വഴിയൊരുക്കുന്നത് അള്ളാഹുവാണ്. യാ ഫത്താഹ് പതിവാക്കിയാൽ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം നീങ്ങി വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലും സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് 100 പ്രാവശ്യം യാ ഫത്താഹ് എന്ന് ചൊല്ലുക. അതിനുശേഷം ഹൃദയം നിറഞ്ഞ് ദുആ ചെയ്യുക. ഇത് എല്ലാ ദിവസവും പതിവാക്കുക. യാ ഫത്താഹ് നമ്മൾ ചൊല്ലുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലണം. അള്ളാഹു സുബ്ഹാന തആലയുടെ ബർക്കത്ത് കൊണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്ർ ചൊല്ലി നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.